പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് സമീപത്ത് നിന്ന് നടരാജ് നേരത്തെയും വലിയ തിരക്കാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത്. സൂര്യകാന്തിയിൽ എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കലോത്സവ വേദികളൊക്കെ തന്നെ പ്രധാന വേദിക്ക് സമീപം എപ്പോഴും തിരക്കുണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ സംഘനൃത്ത മത്സരമാണ് വേദിയിൽ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ തിരക്ക് വേദിയിൽ കാണാം അല്ലേ? അങ്ങനെ തന്നെയാണ്. സംഘനൃത്തം എന്നുള്ളതൊരു ഗ്ലാമർ ഇനമാണ്. കുട്ടികൾ വളരെ ഗംഭീരമായ ഡ്രസ്സിങ്ങിൽ, വളരെ വർണ്ണാഭമായ കളർഫുള്ളായ ഡ്രസ്സിങ്ങിൽ നൃത്ത ചുവടുകൾ വെച്ച് അരങ്ങിലെത്തുന്ന വേദിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷ ഈ ഇനത്തിൽ ആളുകൾ വെച്ചു പുലർത്താറുണ്ട്. അതിന് തെളിവാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. പ്രധാന വേദി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇനി അധികം ആളുകൾ വന്നാൽ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് നല്ലൊരു പ്രകടനം കണ്ടു. നമ്മളൊരു സംഘാടകന്റെ പ്രതികരണം എടുക്കുമ്പോഴാണ് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടി വന്നത്. ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഇനിയും ആളുകൾ വന്നാൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയും അത്രയധികം കലാസ്വാദകർ ഒഴുകി എത്തുന്നുണ്ട് തൃശ്ശൂരിൽ അല്ലേ? തീർച്ചയായും തൃശ്ശൂരിന്റെ ഒരു പാരമ്പര്യം പോലെ തന്നെ വലിയ കലാസ്വാദകരെയാണ്. സംഘാടകർ പ്രതീക്ഷയിലും വലിയൊരു സംഘമാണ് ഇപ്പൊ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞത്. നേരം വൈകും തോറും, രാത്രിയാവും തോറും ഇത് നിയന്ത്രണാതീതമാവോ എന്ന സംശയത്തിലേക്ക് വരെ പോകുന്ന രീതിയിലേക്കാണ് മത്സരങ്ങൾ ഇന്ന് വൈകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എങ്ങനെയാണ് മത്സരം? സമയബന്ധിതമായിട്ട് തന്നെയാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പോൾ ആസ്വാദകരുടെ എണ്ണം വളരെ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. ഇന്ന് 60-ലധികം ഇനങ്ങൾ ഇവിടെ ഇന്ന് ഉണ്ട്. നാളെ 8-ലധികം ഇനങ്ങളേ ഉള്ളൂ. നാളെ അവസാന ദിവസമാണ്. പോയിന്റിന്റെ കാര്യത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. ഇവരാണ് വിധികർത്താക്കൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ കയ്യടികളാണ് നാളെയുടെ പ്രതിഭകളെ കൊണ്ടുവരുന്നത്. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ നേടാം. ചേച്ചി, സംഘനൃത്തം എങ്ങനെയുണ്ട് കാണുമ്പോൾ? വളരെ ഭംഗിയുള്ളതായിരുന്നു ഈ കാണാം. സംഘനൃത്തം വളരെ ഭംഗിയാർന്നതും ചടുലതയുള്ളതുമായിരുന്നു. ഞങ്ങൾക്ക് ഇത് തൃശ്ശൂർ ജില്ലയിൽ വന്നത് തന്നെ ഏറെ ഭാഗ്യം. ഞാൻ ഒരു പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപികയാണ്. ഞങ്ങളെല്ലാവരും സ്കൂളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കളർഫുൾ പെർഫോമൻസ് ആണല്ലേ? അതെ, വളരെ നന്നായിരുന്നു. വളരെ ട്രെയിൻ ചെയ്തിട്ടാണ് പിള്ളേരെല്ലാവരും കളിക്കുന്നത്. അടിപൊളിയായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്ര കഷ്ടപ്പെട്ട് നിന്നും കാണണമെന്ന് തീരുമാനിച്ചു വന്നാണോ? കലോത്സവം എന്ന് പറഞ്ഞ ഒരു ഫീൽ അല്ലേ, നമുക്ക് കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് എല്ലാവരും ഇവിടെ. ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല, ഇത്ര ക്രൗഡ് പ്രതീക്ഷിച്ചില്ല. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ വലിയൊരു പരിപാടി കാണുമ്പോൾ നമുക്ക് സംഘനൃത്തത്തിന്റെ ഒരു ഫീലിങ്സ് തന്നെ ഇപ്പൊ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്യാണ്. അടുത്ത പരിപാടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അനിഷ, അതാണ് ഈ ഒരു എഫർട്ട് നമ്മൾ കാണാതെ പോകരുത്. ഈ തിരക്കിനിടയിൽ നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ആ തിരക്കിനിടയിലും ഇടിച്ചു തിങ്ങി, അതായത് തിങ്ങി നിൽക്കുന്ന ഈ തിരക്ക് കൂടുതൽ പെർഫോമൻസുകൾ കാണാനാണ് എന്നുള്ളതാണ്. ഇവിടെ പുതിയ ചെസ് ടെമ്പർ വിളിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം വർണ്ണാഭമായ ഒരു പ്രകടനം നമ്മുടെ ക്യാമറയിലും വരും. കുട്ടികൾ ഒരുങ്ങിയിരിക്കുകയാണ്. പുതിയൊരു ചെസ് നമ്പർ വിളിച്ചിട്ടുള്ള. ഇനി എന്ത് അത്ഭുതമാണ് ഈ കുട്ടികളുടെ ഈ പെർഫോമൻസിൽ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വേദിയിൽ നിന്നുള്ള ആകാംക്ഷ. നിമിഷങ്ങൾ സഹം കർട്ടൻ വരും. കർട്ടൻ വരുന്നു പുതിയൊരു പെർഫോമൻസിലേക്ക്. അനിഷ, കേൾക്കുന്നു കല്യാണമേളം, പെൺമനമോ തേങ്ങുന്നു മുഖം, മൊഴിയുന്നു വിരഹാർദ്രമിഴികൾ, ശോകാർദ്ര പരിണയ കഥയും. നാലമ്പലത്തിൻ ചാരെ നാലുകെട്ട്, നാരായണ നാമം ചൊല്ലും വീട്, മനയത്തിൽ പാർവണ ചന്ദ്രിക പോലെ 17 അഴകായുണ്ണിമായ. സൂര്യകാന്തിയിൽ സംഘനൃത്ത മത്സരം പുരോഗമിക്കുന്നു.